ഞങ്ങളുടെ സിറ്റിയിൽ എവിടെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്തോളാം. ആ, അത് കൊള്ളാം. എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ ഹോട്ടൽ മുറിയിൽ താമസിപ്പിക്കാനോ? എടാ, അതിന് ഞാൻ അനുവദിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? ആ, പിന്നെ പഴയ വീടാണ്. വലിപ്പത്തിൽ അല്പം കുറവൊക്കെ ഉണ്ടെങ്കിലും മുറികളൊക്കെ ധാരാളമുണ്ട്. ആ സൗകര്യം പോരാൻ തോന്നിയാൽ വേറെ എന്തെങ്കിലും ഏർപ്പാടും കൂടി ഞാൻ ഉണ്ടാക്കാം. എന്താ, അതുപോലെ? അത് നിനക്കൊരുപാട് ബുദ്ധിമുട്ടായല്ലേ ബാല? എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും നമ്മൾ ഈ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഇവരെ കുറച്ച് ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ അത് മോശമല്ലേടാ? എന്താന്നറിയില്ല, ഉള്ളിൽ വലിയൊരു സന്തോഷം ഇങ്ങനെ നിറഞ്ഞു പൊങ്ങുമ്പോഴും ഒരു കരടെന്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ കൂടി ദ്രൗപദി അമ്മ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോ അതിലൊരു സങ്കടം. എന്റെ ഉള്ളിലെ ആഗ്രഹം ഒന്ന് സാധിച്ചെടുത്തോട്ടെ ബാലചന്ദ്ര. വ്രതം മുറിക്കും മുമ്പേ ആ ദേവിയെ ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്ന ഈ വീട്ടിൽ നിന്ന് വെള്ളം മാത്രമല്ല, ഒരു സദ്യ തന്നെ കഴിച്ചിട്ടേ ഞാൻ തിരിച്ചു പോകൂ. ദയവ് ചെയ്ത് എന്റെ വ്രതത്തിന് കോട്ടം നിട്ടുന്ന ഒന്നും ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. എന്നോട് അപേക്ഷയോ? എടാ ബാലേന്ദ്ര, അങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം പറഞ്ഞാ പോരെ? അമ്മയ്ക്ക് ആജ്ഞാപിച്ചാ പോരെ? അനുസരിക്കില്ലേ ഞാൻ? ദ്രൗപദി അമ്മയുടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ നല്ല ശുദ്ധിയും വൃത്തിയുള്ളതൊന്നും ഞാൻ ഏർപ്പാടാക്കിക്കോളാം. ചാരുമോളെ, നീ വേഗം പോയി ഇവർക്കുള്ള മുറികളൊക്കെ റെഡിയാക്ക്. ശരി ബാലമാമേ. ഓരോരുത്തർക്കും വേറെ വേറെ റൂം തന്നിട്ടും എല്ലാവരും കൂടി എന്റെ റൂമിൽ എന്തിനാ വന്ന് നിൽക്കുന്നേ? എന്റെ മുറിയായിട്ട് ഈ മുറി എക്സ്ചേഞ്ച് ചെയ്യാൻ മുത്തശ്ശിക്ക് താല്പര്യമുണ്ടെന്ന് അറിയാനാ ഞാൻ വന്നത്. ഒരു എക്സ്ചേഞ്ചും ഇല്ല. ചാരുമോള് ഓരോരുത്തർക്കും ഇടങ്ങുന്ന മുറി തന്നെയാ അനുവദിച്ചു തന്നിരിക്കുന്നത്. അതിലങ്ങ് കിടന്നാ മതി. എടി അഞ്ജന, നീ എന്റെ മുറിയിലേക്ക് മാറിക്കോ. നിന്റെ മുറി ഇങ്ങനെ എനിക്ക് തരുമോ? എന്റെ മുറിയോട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അപ്പൊ നീ നിന്റെ മുറിയിൽ നിന്ന് സാധനമൊക്കെ മാറ്റിയോ? ഓ, എല്ലാം മാറ്റിയിട്ടുണ്ട്. നിനക്ക് വേണേ അങ്ങോട്ട് മാറിക്കോ. ഓക്കെ, ഡൺ. അയ്യോ അമ്മേ, ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ എന്റെ ഫോൺ ആ മുറി വെച്ചിട്ടാ വന്നത്. ആ ഭ്രാന്തൻ ഇപ്പൊ ചെന്നതെടുത്ത് പരിശോധിച്ചു തുടങ്ങും. അമ്മ വന്നേ. ചാരു, ഞാൻ പിന്നെ വന്ന് കാണാവേ. അവനൊരു പ്രത്യേക ടൈപ്പാ. അതിന്റെ പേടിയാ മോക്ക്. എല്ലാവർക്കും മുറികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാ എന്റെ വിശ്വാസം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി കേട്ടോ. മുത്തശ്ശി, ഞാനെന്താ കൂടെ ചെല്ലട്ടെ? ആ, മോളന്ന് നിന്നെ. ആ,
ഇത് ഞാൻ എന്റെ വീട്ടിലെ പൂജാമുറിയിലെ കെടാവിളക്കിന് മുന്നിൽ സൂക്ഷിച്ചിരുന്നതാ. അവിടെ പട്ടിണി കിടണ്ടെന്ന് വിചാരിച്ച് കൂടെ കരുതി. ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നതുവരെ മോൾക്ക് ഇത് ഇവിടുത്തെ പൂജാമുറിയിൽ സൂക്ഷിച്ചുകൂടെ? എന്തിനാ മുത്തശ്ശി സൂക്ഷിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നെ? എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാൽ മാത്രം മതി.